പി പി വാങ്ങുന്നതിൽ ഗുരുതരമായ അഴിമതി നടന്നു. 10 കോടിയിലധികം രൂപ സർക്കാരിന് നഷ്ടപ്പെട്ടു. കോവിഡ് കാലത്ത് അസാധാരണ സാഹചര്യത്തിൽ നടത്തിയ അസാധാരണമായ കച്ചവടം. ഇത് കണ്ടെത്തിയിരിക്കുന്നത് പ്രതിപക്ഷമല്ല, പാർട്ടി ശത്രുക്കളല്ല. ഇത് കണ്ടെത്തിയിരിക്കുന്നത് CAG ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചപ്പോഴാണ് കെ ശൈലജ ആരോഗ്യമന്ത്രിയും മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾ ജീവന് വേണ്ടി നിലവിളിച്ചിരുന്ന കോവിഡ് കാലത്ത് അവരെ ചേർത്ത് നിർത്തുന്നു എന്ന് കൊട്ടിഘോഷിക്കുകയും ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമത് എന്ന് പറഞ്ഞ് ഒരുപാട് അവകാശവാദങ്ങൾ മുഴക്കി അതിൻ്റെ പേരിൽ തുടർ ഭരണം വരെ നേടിയെടുത്ത ഒന്നാം പിണറായി സർക്കാർ നടത്തിയ നഗ്നമായ അഴിമതിയാണ് ഓഡിറ്റർ ജനറൽ കണ്ടെത്തിയിരിക്കുന്നത്. 2020 മാർച്ച് മാസത്തിൽ ഒരു കിറ്റിന് 550 രൂപയ്ക്ക് നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഓഫർ ലെറ്റർ നൽകിയ കമ്പനിയെ മാറ്റി നിർത്തിക്കൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കിറ്റിന് 1550 രൂപ നിരക്കിൽ നടത്തിയ കച്ചവടം. അതാണ് അക്കവിട്ട് നിരത്തി AG റിപ്പോർട്ടായി നൽകിയതും നിയമസഭയുടെ മേശപ്പുറത്ത് ധനമന്ത്രി ബാലഗോപാൽ വെച്ചത്. ഇത് ഗുരുതരമായ ആരോപണം. ലോകായുക്തയിൽ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നൽകിയ പരാതി ഇപ്പോഴും പരിഗണനയില്ല. കെ ശൈലജ അന്ന് ലോകായുക്തയിൽ നൽകിയ മൊഴി മുഖ്യമന്ത്രി നൽകിയ അനുമതിയുടെ വെളിച്ചത്തിലാണ് ഇതെല്ലാം നടത്തിയതെന്നാണ്. ഇപ്പോൾ ഈ ആരോപണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ഫലപ്രദമായി അതിനെ നിഷേധിക്കാൻ സർക്കാരിന് കഴിയാത്ത അവസ്ഥയാണ്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ലഭിക്കാൻ ഇടയാക്കിയത് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളും കിറ്റ് വിതരണവും അതുപോലെ ജനങ്ങളെ ചേർത്ത് നിർത്തി കോവിഡിൽ നിന്ന് മനുഷ്യരെ രക്ഷിച്ചു എന്നെല്ലാം ഉള്ള അവകാശവാദം വിശ്വസിച്ചുകൊണ്ടാണ് സർക്കാരിനെ വീണ്ടും ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷെ ആ കാലത്ത് ഇത്തരത്തിൽ ഒരു അഴിമതി നടത്തി എന്നത് രേഖാമൂലം AG തന്നെ കണ്ടെത്തിയത് എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക? അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറയുന്നത് AG എന്ന് പറയുന്നത് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് BJP സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധിക്കെതിരെ ബോഫേഴ്സ് കേസ് അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് AGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷവും BJPയും എല്ലാം ആ ആരോപണം ഏറ്റെടുത്തത്. കരുണാകരനെതിരെ മുഖ്യമന്ത്രിയായിരിക്കെ പാമോയിൽ കേസ് പുറത്തു കൊണ്ടുവന്നത് AGയുടെ റിപ്പോർട്ടിലൂടെയായിരുന്നു. ആ കേസിന്റെ പേരിൽ സുപ്രീം കോടതി വരെ പോയത് VS അച്യുതാനന്ദനാണ്. അതുപോലെ ബ്രഹ്മപുരം കേസിൽ R ബാലകൃഷ്ണപിള്ള ജയിലിലാകാൻ ഇടയാക്കിയ ആ കേസ് AGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് VS അച്യുതാനന്ദൻ ടേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന സംവിധാനം, അവർ കണ്ടെത്തുന്ന കണക്കുകൾ, അതിനെ ഭരിക്കുന്ന സർക്കാർ മോദി സർക്കാർ ആയതുകൊണ്ട് ആ റിപ്പോർട്ട് അവിശ്വസനീയമാണ് എന്ന് പറയുന്നത് ബാലിശമായ ഒരു കാര്യം. അപ്പോ ആരോപണം ഇപ്പോ 2G സ്പെക്ട്രം ആയാലും കൽക്കരി ഇടപാടായാലും എല്ലാം പുറത്തു കൊണ്ടുവന്നത് AG റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് അന്വേഷണങ്ങൾ CBI നടത്തിയതും ആരോപണങ്ങൾ കണ്ടെത്തിയതും. അപ്പോ ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് കാലത്ത് കെ ശൈലജയും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് നടത്തിയ തീവെട്ടിക്കൊള്ള എങ്ങനെയാണ് ഒരു PPE കിറ്റിന് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് 1000 രൂപ വ്യത്യാസം വരുന്നത്? 550 രൂപയ്ക്ക് വെച്ച് കിറ്റ് നൽകാമെന്ന് ഓഫർ ലെറ്റർ നൽകിയ കമ്പനിയിൽ നിന്ന് 10,000 കിറ്റുകൾ വാങ്ങി 25,000 കിറ്റുകൾ വാങ്ങാനാണ് അവരുമായി അഗ്രിമെന്റ് വെച്ചത്. അതിൽ 10,000 മതി എന്ന് പറഞ്ഞിട്ട് ശേഷിക്കുന്ന 15,000വും പിന്നീട് ലക്ഷക്കണക്കിന് കിറ്റുകളുമാണ് വിവാദ കമ്പനിയിൽ നിന്ന് വാങ്ങിയത്. അപ്പൊ ഇത് നഗ്നമായ അഴിമതിയാണ്. കാരണം അഴിമതി ആര് നടത്തിയാലും അതിനെ ഇത്തരത്തിൽ ന്യായീകരിക്കുന്നത് ശരിയല്ല. ഇതിന് ഉത്തരം പറയാനുള്ള ബാധ്യത പിണറായി വിജയനും മുൻ ആരോഗ്യമന്ത്രി ശൈലജയ്ക്കും അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനുമുണ്ട്. കാരണം ഇവർ മാർസിനെയും എംഗൽസിനെയും ഒക്കെ കൂട്ടുപിടിച്ച് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. രാജ്യം ഭരിക്കുന്നത് മോദി ആയതുകൊണ്ട് മോദിയുടെ സംവിധാനത്തിന് കീഴിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം തന്നെ ആ മോദിയുടെ കയ്യിലെ കളിപ്പാവകളാണ്, കൂട്ടിലെ തത്തയാണ് എന്ന് പറഞ്ഞ് തങ്ങൾ ചെയ്ത തെറ്റിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഈ ശ്രമം അത് ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ കോവിഡിന്റെ മറവിൽ കോവിഡിനെ നിയന്ത്രിച്ചതിൽ ഒന്നാമത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളെ രക്ഷിച്ചു എന്ന ആ ഒരു തെറ്റിദ്ധാരണയിൽ തന്നെയാണ്
തുടർഭരണം ലഭിച്ചത്. ഇപ്പോൾ ഇതാ വീണ്ടും 2026 മറ്റൊരു തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്താൻ പോവുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ തീവെട്ടിക്കൊള്ളയാണ് അന്ന് സർക്കാർ നടത്തിയിരുന്നത് എന്ന് AG കണ്ടെത്തി.